ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കഴിഞ്ഞ SSLC എക്സാമിനേഷൻ്റെ, അതായത് മാർച്ച് 2020 SSLCയുടെ കേരള ബോർഡ് എക്സാമിൻ്റെ ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഇംഗ്ലീഷ് മീഡിയം. സോ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. 40 മാർക്കുള്ള 1.5 മണിക്കൂറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇതിനകത്ത് ടോട്ടലി 23 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സിൻ്റെ പാർട്ട് 1 ആണെന്ന്, അതായത് ഹാഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ബാക്കി ക്വസ്റ്റ്യൻസ് പാർട്ട് 2-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ അത് കൂടാതെ ആൻസർ കീയും ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ തന്നെ ബുക്ക് ബേസ് ചെയ്ത്, ബയോളജിയുടെ SSLC ബുക്ക് ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത ആൻസർ കീ ആണ്. രണ്ടിന്റെയും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ പേജ് ലൈക്ക് ചെയ്യാത്തവർക്ക്, ചാനൽ ലൈക്ക് ചെയ്യാത്തവർക്ക് അത് ലൈക്ക് ചെയ്യാം. കേരള സ്കൂൾ ട്യൂഷൻ. ഓക്കെ, വെൽക്കം യു ഓൾ ടു ദ ക്ലാസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് വിത്ത് ഫോട്ടോറിസെപ്റ്റേഴ്സ്. ഫോട്ടോറിസെപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ മനസ്സിലാക്കേണ്ടത്, ഓരോ ക്വസ്റ്റ്യനും ഓരോ കീവേഡ്സ് കാണും, ഒന്നിലധികം കീവേഡ്സും കാണാം. അതായത് ഓരോ ക്വസ്റ്റ്യനും ഒരു കൺസെപ്റ്റിന് എറൗണ്ട് ആയിരിക്കും എപ്പോഴും സർക്കിൾ ചെയ്യുന്നത്. ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് അതിന്റെ കീവേഡിലൂടെ കിട്ടും. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ റിസെപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യം ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യം ചോദിക്കാം. ഓക്കെ, സോ ഒരു ചോദ്യത്തിലോട്ട് വരുമ്പോൾ when we come to one question, ആ ക്വസ്റ്റ്യനകത്ത് ഈ ഒരു കണ്ണിനെ പറ്റി, കണ്ണിന്റെ ഏത് ഭാഗത്ത് ഏത് പ്രോസസ്സുമായിട്ടാണുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടി മറ്റു ചില കീവേഡ്സ് കാണും. സോ യു നീഡ് ടു ഐഡന്റിഫൈ ഓൾ ദ കീവേഡ്സ് ദാറ്റ് gives a life to our question. ഫോർ എക്സാമ്പിൾ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കീവേഡ്സ് ഞാനൊന്ന് സർക്കിൾ ചെയ്ത് കാണിക്കാം. നിങ്ങൾ ഇനി മുതൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിന് ആൻസർ ചെയ്യുമ്പോൾ യു ട്രൈ ടു ഫോളോ ദിസ് മെത്തേഡ്. ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. Now I am going to circle all the important keywords. First one, the process that leads to the formation of impulses in photoreceptor. So ഇതിനകത്ത് 3 keywords മതി നിങ്ങൾക്ക് ഈ ചോദ്യം മനസ്സിലാക്കാൻ. പ്രോസസ്, ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ്, ഫോട്ടോറിസെപ്റ്റേഴ്സ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ABCD 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തിനകത്ത് പറയുന്നു ഡിസോസിയേഷൻ ഓഫ് വിഷ്വൽ പിഗ്മെന്റ്സ് in the presence of light, formation of vitamin A in the presence of light, the transmission of impulses to cerebrum through the optic nerve, the reunion of retinal and opsin. Okay, so ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ബി നമുക്ക് എന്തുവായാലും എലിമിനേറ്റ് ചെയ്യാം, കാര്യം അത് വേർസ്റ്റ് ആൻസർ ആണ്. ഫോർമേഷൻ ഓഫ് വിറ്റാമിൻ എ അങ്ങനെ ഫോം ചെയ്യുന്ന രീതിയിൽ നമ്മളൊന്നും കേട്ടിട്ടില്ല. Now comes to question number 1-ന്റെ ആൻസർ കീ ആണ്. പേജ് നമ്പർ 26, നിങ്ങളുടെ ബയോളജി ബുക്കിൽ പേജ് നമ്പർ 26 നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് ഇങ്ങനെ ഒരു ഹെഡിങ് ഉണ്ട്, ഹൗ ആർ ഇമ്പൾസസ് ഫോംഡ് ഇൻ ഫോട്ടോറിസെപ്റ്റേഴ്സ് ടു മേക്ക് വിഷൻ പോസിബിൾ. നമ്മൾക്ക് കാഴ്ച കാണാൻ വേണ്ടി നമുക്ക് വിഷൻ പോസിബിൾ ആക്കുന്നത് ഈ ഫോട്ടോറിസെപ്റ്റേഴ്സിൽ നടക്കുന്ന സം ആക്ഷൻ ആണ്, സം ഇമ്പൾസസ് ഫോം ചെയ്യുന്നത് കാരണം. ഹൗ ദീസ് ആർ ഫോംഡ്. ഓക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്, പിഗ്മെന്റ്സ് പ്രസന്റ് ഇൻ ദ ഫോട്ടോറിസെപ്റ്റേഴ്സ് ഡിസോസിയേറ്റ്. എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ? The dissociation of visual pigments in the presence of light. മനസ്സിലായോ? These chemical changes lead to the formation of impulses. These impulses are transmitted to the cerebrum through optical nerve and this enable the vision. മനസ്സിലാവുന്നു? ഇതിനകത്ത് സി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിയും അവോയ്ഡ് ചെയ്യാം. The transmission of impulses to cerebrum through optical nerve. Transmission of impulses to the cerebrum through optical nerve. അങ്ങനെ 2 ഓപ്ഷൻ. നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ എ ആണോ സി ആണോ എന്നൊരു ഡൗട്ട് വന്നേക്കാം. കാര്യം രണ്ടും ഈ ഒരു 3 ലൈൻ എടുത്തു കഴിഞ്ഞാൽ 2 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ദ പ്രോസസ് ദാറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ് ഇൻ ഫോട്ടോറിസെപ്റ്റർ ആണ്. ഫോട്ടോറിസെപ്റ്ററിൽ ഇമ്പൾസ് ഫോം ചെയ്തതിന് കാരണം എന്ന് പറയുന്നത് ഡിസോസിയേഷൻ ഓഫ് വിഷ്വൽ പിഗ്മെന്റ് ആണ്. സോ ആൻസർ ഈസ് 1. Okay, let's move to the second question. Second question is what are indicated by 1 and 2 in the illustration of DNA molecule given below. Okay, so what are the keywords? DNA molecule ആണ് ഈ തന്നിരിക്കുന്നതെന്നാണ് ഒന്നാമത്തെ കീവേഡ്. രണ്ടാമത്തേത് ഇതിനകത്ത് 1-ഉം 2-ന്റെയും പേര് ഐഡന്റിഫൈ ചെയ്യുക. അഗെയിൻ ഡിറ്റോ നിങ്ങളുടെ ബയോളജി ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 2 പിക്ചറും ബയോളജിയുടെ ബുക്കിൽ നിന്നുള്ളതാണ്. പേജ് നമ്പർ 104, 104-ാമത്തെ പേജ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇതിനകത്ത് ഇല്ലസ്ട്രേഷനോ സ്ട്രാൻഡ്സ് ഓഫ് DNA എന്ന് പറയുന്നുണ്ട്, പിന്നെ ന്യൂക്ലിയോടൈഡിന്റെ ഒരു പിക്ചർ ഉണ്ട്. അങ്ങനെ 2 പിക്ചർ ഉണ്ട്. ഈ 2 പിക്ചറും കൂടെ ചേർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇതിനകത്ത് ചോദ്യം, ഈ ഒരു ന്യൂക്ലിയോടൈഡിന്റെ ഈ നോഡ് ഏതാണെന്ന, ഈ നോഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ആ നോഡിന്റെ പേര് ഏതാണെന്നാണ് ഒരു ക്വസ്റ്റ്യൻ. സോ ഇതിനകത്ത് ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്.
സോ ഇതിനകത്ത് ഫോസ്ഫേറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്ന നോഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദിസ്? ഫോസ്ഫേറ്റ്. നെക്സ്റ്റ് നൈട്രജൻ ബേസ് ആണ് ഈ പോർഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ചോദ്യം ഇതിനകത്ത് 1 ഏതാണ്? അപ്പൊ നമുക്കറിയാം ഈ നൈട്രജൻ ബേസിൽ നമുക്കറിയാം അഡിനിൻ ഉണ്ടെന്നും ഗ്വാനിൻ ഉണ്ടെന്നും സൈറ്റോസിൻ ഉണ്ടെന്നും തൈമിൻ ഉണ്ടെന്നും. ഇപ്പൊ ഇവിടെ സി ആയതുകൊണ്ട് സൈറ്റോസിൻ ആണ്. അപ്പൊ 1 ഏതാകാനാണ് സാധ്യത? ഏതായിരിക്കും ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത് 1-ന്? സോ ഗ്വാനിന് സൈറ്റോസിന്. സൈറ്റോസിൻ ഒരു സൈഡിൽ വന്നാൽ അതിന്റെ അർത്ഥം അപ്പുറത്തെ സൈഡിൽ ഗ്വാനിൻ വരണം. സോ വാട്ട് ഈസ് ദ ആൻസർ ഓഫ് ദിസ്? ഗ്വാനിൻ 1, 2 എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് മോളിക്യൂൾ. ഈസ് ദാറ്റ് ഓക്കെ? ഈസ് ദാറ്റ് ഓക്കെ? Now third question ഞാൻ പറയാം. fourth question. So fourth question ഒരു easy question ആണ്. again based on the given model. so താഴെ ഒരു മോഡൽ കൊടുക്കുന്നുണ്ട്. make a suitable pair. ഒരു suitable pair ഉണ്ടാക്കണം from this. so താഴെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. മോഡൽ നമുക്ക് നോക്കാം. ചാൾസ് ഡാർവിൻ the theory of natural selection. so the theory of natural selection ന്റെ ഫാദർ ആയ പ്രൊപ്പൗണ്ടർ ആയ ചാൾസ് ഡാർവിൻ, അതാണ് ഒരു മോഡൽ. അത് വെച്ചൊരു സ്യൂട്ടബിൾ പെയർ ഈ ബോക്സിൽ നിന്ന് റെഡി ആക്കാനാണ് പറയുന്നത്. സോ ആ ബോക്സ് നമ്മൾ പോയി നോക്കിയാൽ അതിനകത്ത് ഒരുപാട് നിങ്ങൾ പഠിച്ചിട്ടുള്ള സയന്റിസ്റ്റുകളുടെ പേരുകൾ കാണും, അവരുടെ ചില ഒബ്സർവേഷൻസ് കാണും. ഇതിനകത്ത് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ തിയറിയാണ്. മ്യൂട്ടേഷൻ പേജ് നമ്പർ 131 നിങ്ങളുടെ ബയോളജി ബുക്കിന്റെ 131 പേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഹ്യൂഗോ ഡിവ്രിസ് പുട്ട് ഫോർവേഡ് ദ തിയറി ഓഫ് മ്യൂട്ടേഷൻ തിയറി. ഓക്കെ, സോ മ്യൂട്ടേഷൻ തിയറിയുടെ ഫാദർ എന്ന് പറയുന്നത് ഹ്യൂഗോ ഡിവ്രിസ് ആണ്. മ്യൂട്ടേഷൻ തിയറി എന്താണെന്ന് അറിയാലോ? നമ്മൾ ചാൾസ് ഡാർവിൻ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ചാൾസ് ഡാർവിൻ പറഞ്ഞു വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. ത്രൂ ദ പ്രോസസ് ഓഫ് നാച്ചുറൽ സെലക്ഷനും അവരുടെ കോമ്പറ്റീഷനിലൂടെ ഒക്കെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രസീവ് ആണ് ചാൾസ് ഡാർവിൻ പറഞ്ഞത്. അറ്റ് ദ സെയിം ടൈം ഹ്യൂഗോ ഡിവ്രിസ് പറഞ്ഞു അല്ല, ഇവല്യൂഷൻ എന്ന് പറയുന്നത് നല്ല ജെർക്കി പ്രോസസ് ആണ്. സോ ഇവല്യൂഷൻ ഈസ് എ ജെർക്കി പ്രോസസ്. ന്യൂ വെറൈറ്റി ഓഫ് സ്പീഷീസ് ഫോം ചെയ്തതും മ്യൂട്ടേഷനിലൂടെയാണ്. ഇതാണ് തിയറി ഓഫ് മ്യൂട്ടേഷൻ ഓഫ് ഹ്യൂഗോ ഡിവ്രിസ്. Now we will move to the end of this question paper. ലാസ്റ്റ് 2 പേജുകളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇപ്പോഴത്തെ ക്ലാസ്സിൽ 17 മുതൽ 23 വരെ. 17 ചോദ്യം നോക്കിയോ. റൈറ്റ്. സോ അഗെയിൻ വാട്ട് ഐ ആം ഡൂയിങ്, ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഐ ആം ഗോയിങ് ടു ഐഡന്റിഫൈ ദ കീവേഡ്സ് ദാറ്റ് സിഗ്നിഫൈ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, റൈറ്റ് എ ഷോർട്ട് നോട്ട് which explains the mode of transmission and precautions of a rat fever. So നിങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. You need to write a short note about what? Mode of transmission and the precaution of a rat fever included in a pamphlet preparing for the awareness program. ഒരു അവയർനെസ് പ്രോഗ്രാമിന് വേണ്ടിയുള്ള നമ്മൾക്ക് ആൻസർ ചെയ്യാനുള്ള ഇതിനകത്ത് ചോദ്യം എന്ന് പറയുന്നത് റാറ്റ് ഫീവറിനെ കുറിച്ചുള്ള മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, പ്രിക്കോഷൻ നമ്മൾ എടുത്തെഴുതണം ബുക്കിൽ നിന്ന്. So 17th question. ഇതിന്റെ ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾ you can refer page 59 of your biology book, part 1 biology book നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ റാറ്റ് ഫീവർ ഓർ ലെപ്റ്റോസ്പൈറോസിസിന്റെ ചോദ്യം നമുക്ക് ഇത് ലെപ്റ്റോസ്പൈറോസിസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് ആണ്, വേറെ ഒരു ഓൺലൈൻ റിസോഴ്സിൽ നിന്നും എടുത്തതല്ല. ഇതിനകത്ത് നമ്മളുടെ ചോദ്യം എന്തോ 2 കീവേഡ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, പ്രിക്കോഷൻ. വാട്ട് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? വാട്ട് ഈസ് പ്രിക്കോഷൻ? The bacteria reach blood through wounds. They affect body cells and produce certain toxins. They cause damage to blood capillaries, which turn leads to the internal bleeding. Okay, so നിങ്ങൾക്ക് ഈ ഫസ്റ്റ് എഴുതാം മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ മോഡ് ഓഫ് ട്രാൻസ്ഫറിനകത്ത് ബാക്ടീരിയ നമ്മളുടെ ഏതെങ്കിലും വൂൺസ് ഉണ്ടെങ്കിൽ അതിലൂടെ ബ്ലഡിലൂടെയാണ് നമ്മുടെ ബോഡിയിൽ വരുന്നതെന്ന് പറഞ്ഞു. ഇനി അതെങ്ങനെ വരാം എന്നത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെയാ? Okay, the bacteria that comes out through the urine of rat, dog and certain other animals remain alive in the stagnant water and moisture. So when we come in contact with this moisture, this water, these bacteria can easily go inside our body through these wounds. So mode of transmission ആയി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? Mode of transmission and the precautions needed. So precautions എന്ന് പറയുന്നത് എപ്പോഴും precautions എന്ന് പറയുന്നത് how you can actually stop this or how you can protect yourself from this. Okay, so some kind of എന്തുവാ ഡിഫെൻസീവ് സ്റ്റെപ്പുകളാണ്. ഇനി പ്രിക്കോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രിക്കോഷനകത്ത് ഈ സിംറ്റംസിനെ ഉൾപ്പെടുത്താം. എങ്ങനെയാണ്? ഇപ്പൊ താഴെ പറയുന്ന സിംറ്റംസ് വരുവാണെങ്കിൽ യു ഷുഡ് ഗോ ടു ദ ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി ആൻഡ് ടേക്ക് മെഡിക്കേഷൻ എന്ന് നിങ്ങൾക്ക് പറയാം.
For example, severe fever, headache, muscle pain, redness in the eye are the major symptoms. So whenever it is you have some symptoms of this, you should run to the hospital and diagnose and take the treatment. So that is the first step. Second one എന്ന് പറയുന്നത് immunization steps. So what are the precautions? ഒന്നെന്ന് പറയുന്നത് എപ്പോഴൊക്കെ നിങ്ങൾ ഈ സിംറ്റം കാണുന്നോ ഹോസ്പിറ്റലിൽ പോകാം. രണ്ട്, you can take immunization. Third, avoid come in contact with this stagnant and water നിൽക്കാൻ സമ്മതിക്കാതിരിക്കുക, മലിനമായ ജലത്തിലൂടെ നടക്കാതിരിക്കുക. So you should protect yourself, you should take that lifestyles also. You should be clean every time. If you have wounds, cover that properly. Is that okay? അതാണ് 17th question. 18th question 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് 1, 2. 18th ക്വസ്റ്റ്യനിൽ അഗൈൻ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. സോ അനലൈസ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. സോ അതിനകത്തൊന്നുമില്ല, നമുക്ക് കീവേഡ്സ്. റൈറ്റ് ദ നെയിംസ് ഓഫ് 1 and 2. സോ നെയിം ആണ് വേണ്ടത് 1ന്റെയും 2ന്റെയും. 1 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, 2 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. 1ഉം 2ഉം 3ഉം ഉണ്ട്. സോ 3യുടെ പേര് എഴുതി വെച്ച് കളയരുത് അത് എപ്പോഴും. ഓക്കെ, 1 and 2 ആണ് ചോദ്യം. ഇഫ് 1 and 3യുടെ നെയിംസ് എഴുതണ്ടെങ്കിൽ 1ന്റെയും 3യുടെയും നെയിം എഴുതണം. രണ്ടാമത്തെ, or all accidental responses controlled by 3. Are all accidental responses controlled by 3? 3 ആണോ എപ്പോഴും ആക്സിഡന്റൽ റെസ്പോൺസസ് കൺട്രോൾ ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. നിങ്ങളുടെ ആൻസർ ഇഫ് യെസ് ആണെങ്കിൽ അതിന് നിങ്ങൾ എക്സാമ്പിൾ പറയുക, ഇഫ് നോ ആണെങ്കിൽ അതിന് നിങ്ങൾ എക്സാമ്പിൾ പറയുക. നമുക്കറിയാം അതിന്റെ ആൻസർ നോ ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം ബുക്കിനകത്ത്. So 18th ക്വസ്റ്റ്യന്റെ ആൻസർ വേണമെങ്കിൽ പേജ് നമ്പർ 17 നിങ്ങൾക്ക് നോക്കാം. പേജ് നമ്പർ 17. സോ പേജ് നമ്പർ 17 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ പിക്ചർ ലൈക്ക് ദിസ്. യെസ് ഓർ നോ? യു വിൽ ഗെറ്റ് എ പിക്ചർ ലൈക്ക് ദിസ്. സോ ഇതിനകത്ത് ഇതാണ് ഈ 1 എന്ന് പറയുന്നത്. വി നീഡ് ടു ആൻസർ 1. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് നോൺ ആസ് സെൻസറി ന്യൂറോൺ. നെയിം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതിന്റെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഒന്നും എഴുതേണ്ട കാര്യമില്ല. വാട്ട് ആർ ദ നെയിംസ്? സോ ജസ്റ്റ് സ്റ്റിക്ക് ടു ദി ക്വസ്റ്റ്യൻ. ജസ്റ്റ് നെയിം എഴുതുക, സെൻസറി ന്യൂറോൺ. രണ്ടാമത്തത് ഈ പാർട്ടിന്റെ 2ന്റെ നെയിം ആണ് ചോദിച്ചത്. 2 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, അതെന്ന് പറയുന്നത് ഇന്റർ ന്യൂറോൺ. ഫംഗ്ഷൻ എഴുതേണ്ട കാര്യമില്ല, നമുക്ക് നെയിം മാത്രം മതി. സെൻസറി ന്യൂറോണും ഇന്റർ ന്യൂറോണും. ഇനി ചോദ്യം എന്ന് പറയുന്നത് ആർ ഓൾ ആക്സിഡന്റൽ റെസ്പോൺസസ് ആർ കൺട്രോൾഡ് ബൈ 3. 3 ആണോ എല്ലാ ആക്സിഡന്റൽ റെസ്പോൺസസും കൺട്രോൾ ചെയ്യുന്നത്? സ്പൈനൽ കോഡ് ആണോ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്? എല്ലാ റിഫ്ലക്സ് ആക്ഷനും കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡ് ആണോ എന്നാ ക്വസ്റ്റ്യൻ. ആണോ അല്ലയോ? അല്ല. കാരണം ഓക്കെ നോക്കാം. റിഫ്ലക്സ് ആർക്ക് ഈസ് എ പാത്വേ. നമ്മൾ ഈ കണ്ട പടം എന്ന് പറയുന്നത് റിഫ്ലക്സ് ആർക്ക് ആണ്. ഇറ്റ്സ് എ പാത്വേ ഓഫ് impulses in reflex action. Mainly spinal cord act as the center of reflex action and such reflexes are called spinal reflexes. നമ്മൾ ഈ കണ്ട റിഫ്ലക്സ് എന്ന് പറയുന്നത് സ്പൈനൽ റിഫ്ലക്സ് ആണ്. But all reflexes are not under the control of spinal cord. So രണ്ടാമത്തെ അതിന് ആൻസർ ആയി. Spinal reflexes are controlled by the spinal cord, but all reflexes are not controlled by spinal cord. Is that okay? For example, so ഈ എക്സാമ്പിൾ ആണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. Explain with the example. The blink of, don't be ഒന്നും വേണ്ട, the blink of our eyes when the light suddenly falls on our eyes, when the objects move towards them, or നമ്മൾ കണ്ണിന് നേരെ ഒബ്ജക്ട്സ് വരുന്നു, those reflex actions are called as cerebral reflexes, which are under the control of cerebral reflexes. So ബിയുടെ ആൻസർ എന്ന് പറയുന്നത് എല്ലാ റിഫ്ലക്സ് ആക്ഷനും എല്ലാ ആക്സിഡന്റൽ റെസ്പോൺസസും സ്പൈനൽ റിഫ്ലക്സസ് അല്ല, there are cerebral reflexes. സെറിബ്രവും ഹാൻഡ് ചെയ്യുന്നുണ്ട് അതെന്ന് പറയുന്നത്. ഓക്കെയാ? 19th ക്വസ്റ്റ്യൻ ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ചുള്ള ഒരു പിക്ചർ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ അഗെയിൻ ഇവിടുത്തെ കീവേഡ് ഒന്നും നമുക്ക് വേണ്ട. ചോദ്യം നമ്പർ 1 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ദ നെയിംസ്. നെയിം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ 1ന്റെയും 2ന്റെയും. സോ 1, 2 എന്ന് പറയുന്ന മെയിൻ ബ്രാഞ്ചിന്റെ നെയിം നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിൽ നോക്കിയാൽ കിട്ടും 1ന്റെയും 2ന്റെയും ആൻസർ. ഓക്കെ, പേജ് നമ്പർ 133 നിങ്ങളുടെ ബയോളജി ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാം. then you will get this picture. This is the question. Cercopithecoda hominoidea ഇങ്ങനെ 2 ബ്രാഞ്ചുകളുടെ പേരുകളാണ് ചോദിച്ചിരിക്കുന്നത്. സോ ജസ്റ്റ് റൈറ്റ് ദ നെയിംസ് ഓഫ് 1 and 2. റിമെമ്പർ, ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതുമ്പോൾ എപ്പോഴും ക്വസ്റ്റ്യന്റെ നമ്പർ വളരെ ക്ലിയർ ആയിട്ടാണ് എഴുതേണ്ടത്. സോ 19th ക്വസ്റ്റ്യൻ എയുടെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ 1ഉം എഴുതണം
2 എഴുതണം. പടമൊന്നും വീണ്ടും വരയ്ക്കൊന്നും വേണ്ട. ഇനി 19th ക്വസ്റ്റ്യന്റെ ബി ആൻസർ എഴുതുമ്പോൾ മെൻഷൻ 2 ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗാനിസംസ് ബിലോങ് ടു 2. സോ 2 കാറ്റഗറിയിൽ പെടുന്ന ഓർഗാനിസത്തിന്റെ 2 ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് അഗെയിൻ ആ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. 2 ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഡെവലപ്ഡ് ബ്രെയിൻ, ഫ്രീലി മൂവബിൾ ഹാൻഡ്സ്. So just write it, that's it. Now C. So 19C question mark. Question number correct ആയിട്ടില്ലെങ്കിൽ എത്ര നല്ല ആൻസർ ആണെങ്കിലും you won't get mark. How does the comparative study of hemoglobin help to identify the evolutionary relationship between man and chimpanzee? So മാനും ചിമ്പാൻസിയും തമ്മിലുള്ള evolutionary relationshipനെ ഹീമോഗ്ലോബിൻ കമ്പാരിറ്റീവ് സ്റ്റഡി എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത് എന്നാണ് ചോദ്യം. റിമെമ്പർ, ഒരേ ഒരു മാർക്കേ ഉള്ള ക്വസ്റ്റ്യൻ. സോ 3 ലൈനോ 4 ലൈനോ നിങ്ങളുടെ ആൻസർ തീർക്കണം. നിങ്ങളുടെ ബുക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ആ ലെങ്തി ആയിട്ടുള്ള ആൻസർ ഞാൻ ഇവിടെ അടുത്ത് എഴുതിയിട്ടുണ്ട്. ലെങ്തി ആയിട്ടുള്ള ആൻസർ ഞാനൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതേണ്ട ആൻസർ എന്താണെന്ന് പറയാം. ത്രൂ എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾസ് ഇൻ ഡിഫറെന്റ് സ്പീഷീസ് the evolutionary relationship among organisms can be identified. Okay, so protein compare ചെയ്തോട് evolutionary relationship between organisms നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Mutations may occur in the genes that determine amino acid sequence in protein molecules. This cause change in amino acids. The amino acids in the beta chain of hemoglobin in man has been compared to the amino acids in beta chain of other organisms. Okay, so amino acid സീക്വൻസിനകത്തുള്ള ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിനകത്തുള്ള ചേഞ്ചസ് ഓർ അതിനകത്തുള്ള അതിന്റെ സ്ട്രക്ചർ, അമിനോ ആസിഡ്സിന്റെ ബീറ്റ ചെയിനകത്തുള്ള ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിനകത്തുള്ള സ്ട്രക്ചറിനെ വി ആർ കമ്പയറിംഗ് വിത്ത് അതർ ഓർഗാനിസം ആൻഡ് വി ഹാവ് ഗോട്ട് ദിസ് റിസൾട്ട്. സോ ചിമ്പാൻസി നമ്മൾ എടുത്ത് നോക്കിയാൽ there is no change. ഓക്കെ, സോ ബീറ്റ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ അമിനോ ആസിഡ്സിൽ എടുത്ത് നോക്കിയാൽ ഒരു ചേഞ്ചും ഇല്ല ചിമ്പാൻസിയുടെയും ഹ്യൂമന്റെയും. That means, how does the comparative study of helped to identify evolutionary relation between man and chimpanzee? We come to the conclusion of the branching pattern of evolution from a common ancestors, or chimpanzee and man had a common ancestor എന്ന് പറയുന്ന ഒരു റിസൾട്ടിലോട്ട് നമ്മൾ എത്തി. Is that okay? Fine. So അതാണ് ആൻസർ. 20th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെലക്ട് എ സ്യൂട്ടബിൾ ഐറ്റം ഫ്രം ദ ബോക്സ്. സോ നമുക്ക് സ്യൂട്ടബിൾ ഐറ്റം ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യണം ടു കംപ്ലീറ്റ് ദിസ് ടേബിൾ. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഓപ്ഷൻസ് ഇതിൽ നിന്ന് നമ്മൾ എടുത്തെഴുതണം. ഗ്ലാൻഡ് ഉണ്ട്, ഹോർമോൺ ഉണ്ട്, ഡിഫക്റ്റ് ഉണ്ട്, സിംറ്റം ഉണ്ട്. സോ പാൻക്രിയാസ് തന്നിട്ടുണ്ട്. പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഹോർമോൺ ഏതാ, അതിന്റെ ഏതെങ്കിലും ഒരു ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് ആണ്. ഡയബറ്റീസ് എന്ന് പറയുന്നത് ഹോർമോൺ ഇൻസുലിനായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാം. യെസ് ഓർ നോ? ഹോർമോൺ ഇൻസുലിനായിട്ട് ബന്ധപ്പെട്ടാണെന്ന് അറിയാം. ഇനി സിംറ്റം എന്താ? ഡയബറ്റീസ് ഉണ്ട് എന്ന് പറയുന്ന സിംറ്റം എന്താ? പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ ആണ് സിംറ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഹൈപ്പോതലാമസ് വാസോപ്രസിന്റെ ഡിഫക്റ്റ് കാരണം എന്തുണ്ടാകാം, എന്ത് സിംറ്റം ആണ് ഉണ്ടാകുന്നത്? വാസോപ്രസിൻ എന്ന് പറയുന്നത് നമുക്കറിയാം വാട്ടർ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. വാട്ടർ അബ്സോർപ്ഷൻ പ്രോപ്പർ ആയിട്ട് നടന്നില്ലെങ്കിൽ അതിന്റെ ഡിഫക്റ്റ് കാരണം ഉണ്ടാകുന്നത് ഫ്രീക്വന്റ് യൂറിനേഷൻ ആണ്. ഓക്കെ, തേർഡ് വൺ, ഫ്രീക്വന്റ് യൂറിനേഷൻ ആണ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. അതിന്റെ സിംറ്റം എന്ന് പറയുന്നത് ഫ്രീക്വന്റ് യൂറിനേഷൻ ആണ്. ശരിയല്ലേ? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് എപ്പോഴും മൂത്രം ഒഴിക്കാൻ പോകുന്ന പരിപാടിയാണ് ഈ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹോർമോൺ ആയിട്ട് വരുന്ന ഏതാ? സൊമാറ്റോട്രോപിൻ ആണ്. സോ 5 എന്ന് പറയുന്നത് സൊമാറ്റോട്രോപിൻ ആണ്. അതിന്റെ ഡിഫക്റ്റ് സൊമാറ്റോട്രോപിൻ കാരണമുള്ള ഡിഫക്റ്റ് ഒരുപാടുണ്ട്. സോ സിംറ്റം നോക്കിയിട്ട് വേണം ഡിഫക്റ്റ് സെലക്ട് ചെയ്യാൻ. ഗ്രോത്ത് ഓഫ് ബോൺസ് ഓൺ ദ ഫേസ് ആൻഡ് ജോ. സോ അതെന്ന് പറയുന്നത് അക്രോമെഗലി ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. നിങ്ങളുടെ ബുക്കിൽ തന്നിരിക്കുന്നത് പാൻക്രിയാസ് ഈസ് എ ഗ്ലാൻഡ് ഒന്നും വേണ്ട. സോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻസുലിൻ ആണ്. ബീറ്റാ സെൽസിൽ നിന്നും ഇൻസുലിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ എന്താ പറ്റും? ഹൈ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ആവും. എക്സസ് ഗ്ലൂക്കോസിനെ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. സോ എക്സസ് പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ യൂറിൻ വരും, ഇൻസുലിൻ ആണ്. സോ ആദ്യത്തെ ആൻസർ ആയല്ലോ. രണ്ടാമത്തത് ഓക്സിറ്റോസിനും വാസോപ്രസിനും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ് വരുന്നത്. വാസോപ്രസിന്റെ വേറൊരു പേരെന്ന് പറയുന്നത്
ആണ്, ആന്റി ഡയൂററ്റിക് ആണ്. ഓക്കെ, വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യന്റ് ഡയൂററ്റിക് ആയിട്ട് മാറും. കാരണം റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടറിന് ഹെൽപ്പ് ചെയ്യുന്നത് അതാണ് കിഡ്നിയിൽ. ഓക്കെ, ഡിക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ആയാൽ ഡിക്രീസ് ഇൻ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആകും, റൈസ് ഇൻ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ. സോ ഫ്രീക്വന്റ് യൂറിനേഷൻ എന്ന് പറയുന്ന ഒരു സിംറ്റം ആണ്. ഈസ് ദാറ്റ് ഓക്കെ? ഈസ് ദാറ്റ് ഓക്കെ? നൗ അതെ, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നാണ് നമ്മൾ ഈ കണ്ടീഷനെ പറയുന്നത്, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. നൗ പിറ്റ്യൂട്ടറി, സോറി, സി ഓക്സിറ്റോസിനും വാസോപ്രസിനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്, അതിനെ സ്റ്റോർ ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോർട്ടലാണ്. ഓക്കെയാ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി. സോ പിറ്റ്യൂട്ടറിയിൽ നമുക്കറിയാം എന്തോ വരുന്നതെന്ന്. അതിനകത്ത് സൊമാറ്റോട്രോഫിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്, അക്രോമെഗലി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അക്രോമെഗലി എന്ന് പറയുന്നത് characterized by the growth of the bones on the face, jaws and fingers. Okay, let's come to the 21st question. Again, ഇവിടെ ഒരു ഗ്ലാൻഡ് ആണ് കൊടുത്തിരിക്കുന്നത്, പിക്ചറിനകത്ത് ഒരു ഗ്ലാൻഡ് ആണ് കൊടുത്തിരിക്കുന്നത്, 1 ഉം 2 ഉം മാർക്ക് ചെയ്തിട്ടുണ്ട്. 21st A, name the hormone produced by 1. So 1 എന്തോ നിങ്ങൾക്ക് അറിയണം. Which slows down the action of defenseless. So there can be more than 1 hormones produced by 1. So അതിനകത്ത് slows down the action of defense cells in the function ഉള്ള ഹോർമോൺ ഏതാണെന്ന് ചോദ്യം. Name the 2 hormones produced by part 2. So ഈ 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോൺസ്. Give their functions. അതിന്റെ ഫംഗ്ഷനും നിങ്ങൾ എഴുതണം. Write 2 important functions of aldosterone. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് നിങ്ങൾ ഗ്ലാൻഡ് ഐഡന്റിഫൈ ചെയ്യണം. ഗ്ലാൻഡ് ഏതാണ് നിങ്ങളുടെ ഈ തന്നിരിക്കുന്ന ഗ്ലാൻഡ് ഏതാണ്? അഡ്രീനൽ ഗ്ലാൻഡ്. യെസ് ഓർ നോ? അതിന്റെ 2 പാർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇന്നർ മെഡുല എന്ന് പറയും, ഔട്ടറിൽ ഇരിക്കുന്നത് ഔട്ടർ കോർട്ടക്സ് എന്ന് പറയും. സോ 1 എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർ കോർട്ടക്സ് ആണ്. 2 എന്ന് പറയുന്നത് ഇന്നർ മെഡുലയാണ്. സോ നമ്മൾ പ്രിമൈസസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ചോദ്യം, നെയിം ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ 1 എന്ന് പറയുന്നത് ഔട്ടർ കോർട്ടക്സ് ആണ്. ഔട്ടർ കോർട്ടക്സ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഔട്ടർ കോർട്ടക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് കോർട്ടിസോൾ ഉണ്ട്, ആൽഡോസ്റ്റിറോൺ ഉണ്ട്, സെക്സ് ഹോർമോൺസ് ഉണ്ട്. ഇതിനകത്ത് ചോദ്യം വിച്ച് സ്ലോസ് ഡൗൺ ദ ആക്ഷൻ ഓഫ് ഡിഫൻസ് സെൽസ് എന്ന് പറയുന്നത് കോർട്ടിസോൾ ആണ്. സോ നെയിം ദ ഹോർമോൺ ഈസ് ദ ക്വസ്റ്റ്യൻ. സോ നെയിം ദ ഹോർമോൺ ദാറ്റ് ഈസ് കോർട്ടിസോൾ പ്രൊഡ്യൂസ്ഡ് ബൈ. കോർട്ടിസോളിന് ചുമ്മാ എഴുതുന്നതിന് വരെ നിങ്ങൾക്ക് എഴുതാം കോർട്ടിസോൾ പ്രൊഡ്യൂസ്ഡ് ബൈ ഔട്ടർ കോർട്ടക്സ് എന്ന് നിങ്ങൾക്ക് എഴുതാം. സെക്കൻഡ്, നെയിം ദ 2 ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ പാർട്ട് 2. പാർട്ട് 2 എന്ന് പറയുന്നത് ഇന്നർ മെഡുലയാണ്. ഇന്നർ മെഡുല പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പിനെഫ്രിനും ഉണ്ട്, എപ്പിനെഫ്രിനും ഉണ്ട്, നോർപെനെഫ്രിനും ഉണ്ട്, ഓർ നമ്മൾ ജനറലി പറയുന്ന അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. സോ 2 ഹോർമോൺസിന്റെ പേര് എഴുതണം. നെയിം ദ 2 ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദാറ്റ്. ഗീവ് ദെയർ ഫംഗ്ഷൻ. അതിന്റെ ഫംഗ്ഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ ഫംഗ്ഷൻസ് നിങ്ങൾക്ക് അവിടെ റീറൈറ്റ് ചെയ്യാം. റൈറ്റ് 2 ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് ഓഫ് ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് ഔട്ടർ കോർട്ടക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ 2 ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ. സാൾട്ട് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ 2 ഫംഗ്ഷൻസ്. ഓക്കെ, നൗ 22nd question. 23rd question. 22nd, explain how body will react. ബോഡിയുടെ റിയാക്ഷൻ എപ്പോഴാ? ഒരു ഫോറിൻ ആന്റിജൻ ബ്ലഡിൽ റീച്ച് ചെയ്യുമ്പോൾ കമ്പോണൻസ് ഓഫ് വാക്സിൻ എൻ്റർ ബോഡിയിലാവുന്നു. സോ നമുക്കറിയാം ഫോറിൻ ആന്റിജൻ ആയാലും വാക്സിന്റെ കമ്പോണന്റ് ബോഡിയിലാവുമ്പോഴും നമ്മളുടെ ബോഡി ആ ഫോറിൻ എലമെന്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം നമുക്കറിയാം. സോ അത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. 2 മാർക്ക്. സോ 22nd question നോക്കാം നമുക്ക്. സോ when the foreign antigen reaches one's blood, it stimulates defense mechanism. On receiving unmatching blood, so അത് ആന്റിജൻ എത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, so on unmatching blood, the antigen present in the donor's blood and the antibody present in the receptor's blood will react each other and form the blood clot. അത് എപ്പോഴാണോ ഫോറിൻ ആന്റിജൻ റീച്ചസ് വൺസ് ബ്ലഡ്, ഒരാളുടെ ബ്ലഡിൽ ഫോറിൻ ആന്റിജൻ റീച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ബ്ലഡ് വഴിയാണ് റീച്ച് ചെയ്യുന്നതെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്ന പറയുന്നത്. ഓക്കെയാ. ഇനി ജനറൽ ആയിട്ട് ആന്റിജൻ റീച്ച് ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് പറയാം, അതിന് ഡിഫൻസീവ് മെക്കാനിസം ആക്റ്റീവ് ആയിട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി ഫോം ചെയ്ത് ഈ ആന്റിജനും ആന്റിബോഡിയോട് റിയാക്ട് ചെയ്ത് കൊയാഗുലേഷൻ നടക്കും, ഒരു ക്ലോട്ട് ഫോം ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാക്സിൻ ബോഡിയിൽ കയറിയാൽ. Vaccine are the substances of artificial immunization.
സോ അത് നമ്മുടെ ബോഡിയിൽ കയറിയാൽ അത് പാത്തോജൻ പോലെ നമ്മുടെ ബോഡി അതിന്റെ ഡിഫൻസ് മെക്കാനിസം ആക്ട് ചെയ്തിട്ട് സോ ഇതിനെതിരായിട്ടുള്ള these act as an antigen that stimulate the defense mechanism of our body. So antibodies are formed in the body against them. So ഇതിനൊക്കെയും ആന്റിബോഡി ഉണ്ടാവും. ഇനി these antibodies are retained in the body in the future and protects the body from the pathogen responsible for the same disease. So വാക്സിന്റെയും ഈ ആന്റിജന്റെയും വ്യത്യാസം നമുക്കറിയാം. ഇതിനകത്ത് നമുക്ക് ചിലപ്പോൾ ഒരു പാത്തോജൻ നമ്മുടെ ബോഡിയിൽ കയറുമായിരിക്കും, അറ്റാക്ക് ആയിരിക്കും. ഇതിനകത്ത് ഒരു പാത്തോജൻ ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞാൽ അതിന് എഗെയിൻ ആയിട്ട് നമ്മുടെ ബോഡി ആൾറെഡി റെഡി ആയിട്ടിരിക്കാനാണ്, പ്രിപ്പയർഡ് ആയിട്ടിരിക്കാനാണ് ഈ ആന്റിബോഡി ഈ വാക്സിൻ നമ്മൾ ഉപയോഗിക്കുന്നത്. 23rd ക്വസ്റ്റ്യൻ. അഗെയിൻ ഒരു പിക്ചർ ഉണ്ട്, നമുക്കറിയാം ഐബോളിന്റെ പിക്ചർ ആണെന്ന്. ഇതിനകത്ത് ചില പാർട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഒന്ന്, ദ പാർട്ട് സി റീഡ്രോ ദ പിക്ചർ ഗിവൺ ബിലോ. നിങ്ങളിത് ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിൽ ഈ പിക്ചർ വരച്ചിട്ട് വേണം അടയാളപ്പെടുത്താൻ. ഐഡന്റിഫൈ ദ നെയിം ഇൻഡിക്കേറ്റഡ് ആൻഡ് ലേബൽ ദ പാർട്സ്. പാർട്ട് ലേബൽ ചെയ്യാൻ വേണ്ട, നെയിമും കണ്ടുപിടിക്കണം. സോ ദ പാർട്ട് റിഫ്രാക്ട്സ് ലൈറ്റ് റേസ് ഇൻ ടു ദ ഐ. കണ്ണിലേറ്റ് ലൈറ്റിനെ റിഫ്രാക്ട് ചെയ്യുന്നത്. ദ പാർട്ട് ദാറ്റ് അഡ്ജസ്റ്റ് സൈസ് ആസ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് വേരീസ്. ദ പാർട്ട് ഓഫ് റെറ്റിന വെയർ പ്ലെന്റി ഓഫ് ഫോട്ടോറിസെപ്റ്റേഴ്സ് ആർ സീൻ. ഇത് മൂന്നും നമുക്ക് പിക്ചറിൽ നിന്ന് കിട്ടും. നോക്കാം നമുക്ക് എന്തുവാണെന്ന്. ആദ്യം പറഞ്ഞ ആദ്യത്തെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് നടത്തുന്ന പാർട്ട്, അതെന്ന് പറയുന്നത് കോർണിയ. ലൈറ്റിനനുസരിച്ച് സൈസ് ഓഫ് ദ അപ്പർച്ചർ ഇൻക്രീസസ് ഡിക്രീസസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്, അതാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഇനി ചോദ്യം പാർട്ട് ഓഫ് റെറ്റിന വെയർ പ്ലെന്റി ഓഫ് ഫോട്ടോറിസെപ്റ്റേഴ്സ് ആർ സീൻ, യെല്ലോ സ്പോട്ട്. സോ പാർട്ട് വെയർ പ്ലെന്റി ഓഫ് ഫോട്ടോറിസെപ്റ്റേഴ്സ് ആർ സീൻ. സോ നിങ്ങൾ ഇതിനകത്ത് കോർണിയ നിങ്ങൾ അടയാളപ്പെടുത്തണം, പ്യൂപ്പിൾ നിങ്ങൾ അടയാളപ്പെടുത്തണം, യെല്ലോ സ്പോട്ട് നിങ്ങൾ അടയാളപ്പെടുത്തണം. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെയൊക്കെ റിപ്പോർട്ട് ചെയ്യണം. ഐ വിൽ കറക്റ്റ് ദാറ്റ്. റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത പാർട്ട് 2 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ SSLC എക്സാമിനേഷൻ റിസൾട്ട്. താങ്ക് യു.